ഇന്ന് ബീഫ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. അതിനായി 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കുക്കറിൽ ബീഫിനോടൊപ്പം ഒരു 4 സവാള നീളത്തിലരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ നന്നായി വേവിക്കണം. ചൂടാറിയ ശേഷം കുക്കർ തുറന്ന് വേവിച്ച ബീഫിൻ്റെ കഷ്ണങ്ങൾ പ്രത്യേകം മാറ്റി വയ്ക്കണം. ബീഫ് വേവിച്ച വെള്ളവും സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം. ഈ വെള്ളം ഒരു പാത്രത്തിൽ അളന്നെടുക്കണം. കാരണം 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് വേവിച്ച വെള്ളവും കൂടി ചേർത്തിട്ടാണ് റൈസ് കുക്ക് ചെയ്യേണ്ടത്. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയും നെയ്യും ഒഴിച്ച് ചൂടാവുമ്പോൾ ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പ്, ബേ ലീവ്സ്, കുറച്ച് പെരിഞ്ജീരകം ഒഴിച്ച് ഒരു സവാള ഇട്ട് നന്നായി വഴറ്റിയ ശേഷം ഈ ബീഫ് കഷ്ണങ്ങളെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പുതിന ഇലയും മല്ലിയിലയും ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം അളന്ന് വച്ചേക്കുന്ന ബീഫ് വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന തോതിലാണ് എടുത്തിട്ടുള്ളത്. ബീഫ് വേവിച്ച വെള്ളത്തിൻ്റെ കൂടെ വെള്ളം ചേർത്ത് കറക്റ്റിന് അളന്നെടുക്കാം. ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ നന്നായി കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിരാൻ വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കണം. വെള്ളം തിളച്ച് വന്ന ശേഷമാണ് റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് തിളയ്ക്കുമ്പോൾ 1 നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്. റൈസിൽ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.